അതുപോലെ രാവിലെ എണീറ്റ് ജഗ്ഗും എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് ആരുമില്ല കേട്ടോ. ഇവിടുന്ന് എല്ലാവരും പോയി, ഞാൻ മാത്രമുണ്ട്. ചായ വേണമെങ്കിൽ ജഗ്ഗും കൊണ്ട് ഉമ്മേരെ വീട്ടിലോട്ട് ചെല്ലാൻ മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ മേഡത്തിൻ്റെ ഉമ്മേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കണം നമ്മൾ ഗദ്ദാം നമുക്ക് ചായ കൊണ്ടുതന്നു കേട്ടോ. അതുപോലെ തന്നെ മേഡം വരാൻ ഇനി എന്തായാലും ഒരു അരമണിക്കൂർ പിടിക്കും. അതുകൊണ്ടൊരു സിനിമയും കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു കേട്ടോ. ഭയങ്കര മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നു. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇരിക്കുന്ന കാപ്പിയും ചായയാണ്. രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 2-2:30 ആയപ്പോഴത്തേക്ക് മേഡം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കടയിൽ പോകണം, എന്തോ സാധനം മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്ത് സാധനം എന്ന് പറഞ്ഞില്ല, കടയ്ക്കുള്ള ലൊക്കേഷനാണ് തന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹൗസ് ഡ്രൈവർ ജോലിക്കാണെങ്കിൽ കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വീടാണെങ്കിൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ നിൽക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ചിലവിന് വേണ്ടി 5 പൈസ നമുക്ക് ആവത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3 നേരത്തിനുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും, റൂം ഇവിടുന്ന് കിട്ടും, പിന്നെ വർഷം വിസ അടിക്കണ്ട. എന്തിനേറെ പറയുന്നത്, നല്ല വീടാണെങ്കിൽ നമുക്ക് കുളിക്കാനുള്ള സോപ്പ് ഉൾപ്പെടെ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ആ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഐലക്സ് നമുക്കൊരു ചെറിയ പണി തന്നു. സംഭവം വേറെ ഒന്നുമില്ല, വണ്ടിയൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. ക്ലച്ച് തൊട്ട് ഗിയർ ഇടുമ്പോഴത്തേക്ക് ഗിയർ വീഴത്തില്ല. എൻ്റെ ഭാഗ്യത്തിന് രാവിലത്തെ ഓട്ടോ കഴിഞ്ഞിട്ട് കിട്ടിയ പണിയാണ് കേട്ടോ ഇത് റോഡിൻ്റെ നടുക്കാണ് വണ്ടി കിടന്നത്. പിന്നെ ബായിനെയൊക്കെ വിളിച്ച് തള്ളിയാണ് സൈഡിലോട്ടാക്കിയത്. ഉടനെ തന്നെ ഞാൻ കഫീലിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കഫീൽ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഫീലിൻ്റെ കൂട്ടുകാരൻ്റെ ഗാരേജിൽ നിന്ന് വണ്ടി വന്ന് നമ്മുടെ വണ്ടി കൊണ്ടുപോകാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ വന്ന ചേട്ടന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരനെ നമ്മൾ യാത്രയാക്കി, കൂടെ എൻ്റെ വണ്ടിയും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പുള്ളി വിളിച്ച് പറഞ്ഞു തോന്നുന്നു. യാസിറിന്റെ ബ്രേക്ക് ഒന്ന് പറഞ്ഞാൽ മതി. യാസിറിന്റെ കൂട്ടുകാരനാണ് കപ്പി. യാസിറിന്റെ ബ്രേക്ക് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ കൊല്ലം ചേട്ടോടാ ക്രിസ്ത്യനാ. ഓക്കെ. പേരെന്താ? രഞ്ജിത്ത്. പ്രവീൺ. ഓക്കെ.